അതിന് മാത്രം എന്ത് യോഗ്യതയാടോ ഗണേഷ് കുമാറെ തനിക്കുള്ളത്? സരിതയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, അച്ഛൻ ബാലകൃഷ്ണൻ നായരുടെ പിള്ളേൻ്റെ കാര്യം അതങ്ങനെ നിൽക്കട്ടെ. എന്തെങ്കിലും നന്മ എന്ന് പറയുന്നത് താങ്കൾക്കുണ്ടോ? സോഷ്യൽ മീഡിയയിലുള്ള ഈ യൂട്യൂബിൽ വരുന്ന തരംഗങ്ങളല്ലാതെ ആരെങ്കിലും താങ്കളെക്കുറിച്ച് വളരെ നല്ലതായിട്ട് പറയുന്നതായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? നമസ്കാരം പ്രിയമുള്ളവരെ, ഞാൻ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ്, നിലമ്പൂർ ശ്യാം സുന്ദർ. രാഷ്ട്രീയത്തിലെ വിമർശനങ്ങൾ ആവാം. ഏത് രാഷ്ട്രീയക്കാരനെയും അവൻ്റെ ചെയ്തികളിൽ ന്യൂനതകളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് വിമർശിക്കപ്പെടാം. എന്നാൽ ശ്രീ ഗണേഷ് കുമാറിൻ്റെ രാഷ്ട്രീയ വിമർശനം അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ വിമർശിക്കുന്നതിനും പരിഹസിക്കുന്നതും ഒക്കെ ഒരു അതിര് വിടുന്നുണ്ട്. അതിന് മാത്രം എന്ത് യോഗ്യതയാടോ ഗണേഷ് കുമാറെ തനിക്കുള്ളത്? സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തി തൃശ്ശൂരിൻ്റെ ജീവനാഡിയാണ്. രാഷ്ട്രീയം അയാളുടെ എന്തോ ആയിക്കോട്ടെ, ഒന്നുമില്ലെങ്കിൽ നിങ്ങളൊക്കെ സഹപ്രവർത്തകരല്ലേ സിനിമാ ഫീൽഡിൽ. അത് മറന്നുകൊണ്ട് 4 നക്കാപ്പിച്ച വോട്ടിന് വേണ്ടിയിട്ട് അത്രയും സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളെ ഇത്രമാത്രം വിമർശിക്കാൻ മാത്രം യോഗ്യനാണോ ഗണേഷ് കുമാർ താങ്കൾ? സരിതയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, അച്ഛൻ ബാലകൃഷ്ണൻ നായരുടെ പിള്ളേൻ്റെ കാര്യം അതങ്ങനെ നിൽക്കട്ടെ. എന്തൊക്കെയായാലും എന്തെങ്കിലും നന്മ എന്ന് പറയുന്നത് താങ്കൾക്കുണ്ടോ? സോഷ്യൽ മീഡിയയിലുള്ള ഈ യൂട്യൂബിൽ വരുന്ന തരംഗങ്ങളല്ലാതെ ആരെങ്കിലും താങ്കളെക്കുറിച്ച് വളരെ നല്ലതായിട്ട് പറയുന്നതായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ ശ്രീ സുരേഷ് ഗോപിയെക്കുറിച്ചുള്ള വിമർശനങ്ങൾ ഒരു കാരണവശാലും പാടില്ല. കാരണം ജാതിയും മതവും രാഷ്ട്രീയവും സംഘടനയ്ക്ക് അതീതമായി ഒട്ടേറെ ആളുകൾക്ക് അയാൾ സഹായിയാണ്. താങ്കളോ? താങ്കളുടെ രാഷ്ട്രീയ പാരമ്പര്യം അറിയാലോ. അപ്പ കാണുന്നതിനെ അപ്പ എന്ന് വിളിക്കും. ഏത് രാഷ്ട്രീയക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വന്നാൽ അവരുടെ കാല് പിടിച്ച് അല്ലെങ്കിൽ ഓച്ചാനിച്ച് കുമ്പിട്ട് ഒരു മന്ത്രിസ്ഥാനം ഒപ്പിക്കുന്ന ഒരു പരിപാടിയല്ലാതെ എന്താണ് ഇത്രമാത്രം യോഗ്യത? കുറച്ച് ഗുണ്ടായുസമുണ്ട് രാഷ്ട്രീയത്തിൻ്റെ കുറേ അല്ലേ. അപ്പോൾ ശ്രീ സുരേഷ് ഗോപി എന്ന് പറയുന്ന തൃശ്ശൂരിൻ്റെ ഭാവി MP-യെക്കുറിച്ച് അനാവശ്യമായ രീതിയിൽ, മോശമായ രീതിയിൽ പരിഹസിക്കാൻ ഇനി നിൽക്കരുത്. കാരണം വലിയ ജനാവലി, ഒരുപാട് ഇലക്ഷൻ വർക്കിനൊക്കെ പോണ സമയത്ത് ഒരുപാട് ആൾക്കൂട്ടത്തിനെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് വായ തോന്നിയത് പറയാം. അപ്പോൾ ആളുകൾ ചിരിക്കും, ചിരിച്ച് മണ്ണ് കപ്പും അല്ലേ. അപ്പോൾ ഒരു പരിഹസിക്കാൻ കിട്ടുന്ന ഒരു അവസരവും കളഞ്ഞു കുളിക്കാത്ത ആളാണ് താങ്കൾ. രസികനാണ് കേട്ടോ, താങ്കൾ വലിയ രസികനാണ്. പക്ഷേ ശ്രദ്ധിക്കുക, കാരണം നമ്മുടെ കഴിഞ്ഞുപോയ കാര്യങ്ങളും അനുഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതുപോലെയുള്ള ആളുകളെ കളിയാക്കുമ്പോൾ ആലോചിക്കണം. നമുക്കൊരു പൂച്ചക്കണ്ടിയില്ല, കുറച്ച് അംഗരക്ഷകരുണ്ട് എന്നല്ലാതെ താങ്കളുടെയും അതുപോലെ തന്നെ അച്ഛൻ ബാലകൃഷ്ണ പിള്ളയുടെയൊക്കെ രാഷ്ട്രീയ പാരമ്പര്യവും അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ എല്ലാവർക്കും കാണാപ്പാഠമാണ്. അപ്പോൾ ആരും ആരെയും വിമർശിക്കാനും പരിഹസിക്കാനുമുള്ള യോഗ്യത ഇല്ല, എനിക്കുമില്ല, അതിനുള്ള അർഹനല്ല ഞാൻ. അപ്പോൾ സുരേഷ് ഗോപിയെക്കുറിച്ച് ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഇയാളെ ഇങ്ങനെ താഴ്ത്തിക്കെട്ടി ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഒരു മനപ്രയാസമാണ്. കാരണം സുരേഷ് ഗോപിയെക്കുറിച്ച് താങ്കൾക്കറിയാം, അവിടെ വലിയൊരു മത്സരം തന്നെയാണ്. പക്ഷേ എന്തൊക്കെ ആരൊക്കെ ഏത് രീതിയിലൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചാലും തൃശ്ശൂർക്കാർ ഒരിക്കലും അയാളെ കൈവിടില്ല. കാരണം എന്താണ്? തൃശ്ശൂർക്കാർ അദ്ദേഹത്തിനെ എടുത്തു.
സത്യത്തിൽ സുരേഷ് ഗോപി അല്ല തൃശ്ശൂർ എടുത്തത്. തൃശ്ശൂരിലെ ജനതയാണ് ഈ സുരേഷ് ഗോപിയെ അങ്ങോട്ട് എടുത്തത്. അപ്പോൾ അതിൽ കുറച്ച് ആളുകൾ ഇദ്ദേഹത്തിനെതിരെ പരസ്യമായ പ്രസ്താവനകളും മോശമായ രീതിയിലുള്ള വാക്കുകളൊക്കെ പറയുമെങ്കിലും രാഷ്ട്രീയത്തിൽ ഇതൊക്കെ സഹജമാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ പറയണ്ടെങ്കിലും ഈ പറയുന്നവരെല്ലാവരും മുരളീൻ്റെ ആൾക്കാരാവട്ടെ, സുനിൽകുമാറിൻ്റെ ആൾക്കാരാവട്ടെ, ഇവരെല്ലാവരും സുരേഷ് ഗോപിക്ക് തന്നെ വോട്ട് ചെയ്യും. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട തൃശ്ശൂർ മേയറുടെ ഇന്നലത്തെ പ്രസ്താവനകൾ. കാരണം തീർച്ചയായിട്ടും എന്തുകൊണ്ടും എം പി ആവാനുള്ള യോഗ്യത ശ്രീ സുരേഷ് ഗോപിക്ക് ഉണ്ട് എന്ന് അദ്ദേഹം കൂടി സാക്ഷ്യപ്പെടുത്തി. അദ്ദേഹം അറിവുള്ള മനുഷ്യനാണ്. വിവരം വിദ്യാഭ്യാസമില്ലാത്ത സാധാരണ രാഷ്ട്രീയക്കാരനെ പോലത്തെ ആളല്ല. അദ്ദേഹം നല്ലൊരു വിവരമുള്ള അറിവുള്ള രാഷ്ട്രീയപരമായിട്ടാവട്ടെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ചെയ്തികളും ഇദ്ദേഹത്തിന് ചെയ്ത കാര്യങ്ങളൊക്കെ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ എന്ന ആ മഹാനഗരത്തെ ക്ഷേത്ര നഗരിയിലേക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ശരിക്കും അദ്ദേഹത്തിനെ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മേയർ പറഞ്ഞത്. അപ്പോൾ എം പി ആവാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ട്. എം പി ആയിരിക്കും. തൃശ്ശൂർ എന്തായാലും എം പി ആയിരിക്കും. ഞാൻ സുരേഷ് ഗോപിൻ്റെ പാർട്ടിക്കാരനൊന്നും അല്ല കേട്ടോ. ഞാനൊരു നിഷ്പക്ഷവാദിയാണ്, സ്വതന്ത്ര ചിന്താഗതിക്കാരനാണ്, സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സ്വതന്ത്രമായി പറയാം. ഇപ്പോൾ പിണറായി വിജയൻ നല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ നല്ല കാര്യമാട്ടോ ചെയ്തത് എന്ന് എനിക്ക് പറയാം. നരേന്ദ്രമോദി നല്ല കാര്യം ചെയ്തു വെച്ചാൽ തീർച്ചയായിട്ടും അതുതന്നെയാണ്. അതുപോലെ രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും അദ്ദേഹം തന്നെയാണ് ജയിക്കുക. അദ്ദേഹത്തിന് ജയം അതിവിദൂരത്തിലൊന്നല്ല, ജയസാധ്യതയുള്ള ഒരു മണ്ഡലം തന്നെയാണ്. അതുകൊണ്ടാണ് അയാൾ അവിടെ നിന്നൊക്കെ ഓടി രക്ഷപ്പെട്ട് ഇവിടെ വന്ന് ഈ കാട്ടുമുക്കിൽ വന്നിട്ട് സ്ഥാനാർത്ഥിയാവുന്നതിന് കാരണം അയാളെ ജയിപ്പിക്കും എന്ന വിശ്വാസത്തിൽ തന്നെയാണ്. അല്ലെങ്കിൽ അയാൾക്ക് ചെയ്യേണ്ടത് എന്താണ്? നരേന്ദ്രമോദിക്ക് എതിരെ മത്സരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ അദ്ദേഹത്തിന് അവിടെ തീർച്ചയായിട്ടും അവിടെ നോമിനേഷൻ കൊടുക്കേണ്ട ആളാണ്. പകരം അതൊക്കെ വിട്ടിട്ട് വയനാട് എന്ന് പറയുന്ന ഒരു കാട്ടുമുക്കിൽ വന്നിട്ട് സ്ഥാനാർത്ഥിയാവാനുള്ള ഒരു തത്രപ്പാട് എന്തിനാണ്? എല്ലാവർക്കും അറിയാം ഇവിടുത്തെ രാഷ്ട്രീയ പാരമ്പര്യം അങ്ങനെയാണ്. അത് ഏതൊരു വ്യക്തിയെ കൊണ്ട് വെച്ചാലും ഇവിടെ UDF തന്നെയാണ് ജയിക്കുക. ഏത് രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിലെത്തിയാലും എന്നെപ്പോലുള്ള സാധാരണക്കാർക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, ഭരണം തലയ്ക്ക് പിടിക്കുമ്പോൾ അല്ലെങ്കിൽ അധികാരം തലയ്ക്ക് പിടിക്കുമ്പോൾ വന്ന വഴി മറക്കരുത്. കാരണം ഉടുതുണിക്കും മറുതുണിയില്ലാത്തവൻ തന്ന വോട്ടും കൂടി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പ്രമാണിമാരുടെയും തറവാട്ട് മഹിമയുള്ളവരുടെയും നമ്പൂരിമാരും നായന്മാരുടെയും മുസ്ലിം പണ്ഡിതന്മാരുടെയും അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആളുകളുടെയും എല്ലാം വോട്ട് പ്രമാണിമാരുടെ മാത്രമല്ല. നക്കുപ്പിന് ഗതിയില്ലാതെ ഉടുതുണിക്കും മറുതുണിയില്ലാതെ രണ്ട് കരി പിടിച്ച ചട്ടിയും അതുപോലെ രണ്ട് കീറപ്പായയും മാത്രമുള്ള ഓരോ കൂരയിലെ ചുട്ടുപൊള്ളുന്ന ചൂടത്ത് പുറത്ത് പായ വിരിച്ചോ അല്ലെങ്കിൽ പനയോല വിരിച്ചോ കിടക്കണ ആദിവാസികളുടെ വോട്ടും കൂടി കിട്ടിയിട്ടാണ് നിങ്ങൾ അധികാരത്തിലെത്തുന്നത്, മറക്കരുത്. ഏത് രാഷ്ട്രീയ പാർട്ടി ജയിച്ചാലും വേണ്ടില്ല, രാഹുൽ ഗാന്ധി ജയിച്ചാലും വേണ്ടില്ല, അതുപോലെ തന്നെ ആനിരാജ ജയിച്ചാലും വേണ്ടില്ല, പിണറായി വിജയൻ ജയിച്ചാലും വേണ്ടില്ല, ഇപ്പോൾ ഗണേഷ് കുമാർ ആയാലും ശരി, ശ്രീ സുരേഷ് ഗോപി ആയാലും ശരി, ആരായാലും വേണ്ടില്ല, അധികാരത്തിലെത്തിയാൽ ജാതിയും മതവും രാഷ്ട്രീയവും സംഘടനയും ഒന്നും നോക്കരുത് ദയവ് ചെയ്ത്. കാരണം സഹജീവികളോട് കരുണ കാണിക്കാൻ മടിക്കരുത്. അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് നേരിട്ട് പോയി അന്വേഷിക്കുക. ഇപ്പോൾ രാഹുൽ ഗാന്ധി ചെയ്യുന്ന പോലെ ഇടനിലക്കാരെ വിട്ടിട്ട് ഭരിക്കരുത്. ഇവിടെ വയനാട് മണ്ഡലത്തിലെ ആളുകൾ വോട്ട് ചെയ്യുന്നത് ശരിക്ക് പറഞ്ഞാൽ അറിയാലോ, അവിടെ വികസനമൊന്നും എത്തണില്ല. രാഹുൽ ഗാന്ധി ചിലപ്പോൾ പൈസ കൊടുക്കുന്നുണ്ടാവും, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, ഇടനിലക്കാർ ചെയ്തു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് വിവരം കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ കൊമ്പത്ത് പോയി ഇരിക്കാതെ, വലിയ മണിമാളികയിൽ പോയി ഇങ്ങനെ ഇരിക്കാതെ, ഓരോ സ്ഥലങ്ങളിൽ അധികാരം കിട്ടാൻ വേണ്ടി പ്രധാനമന്ത്രി കുപ്പായം തയ്ച്ചിരിക്കുമ്പോൾ ഓർക്കുക, വന്നത് വയനാട് എന്ന് പറയുന്ന കാട്ടുമുക്കുന്നാണ്. അവിടെ ചോലനായ്ക്കരും കാട്ടുനായ്ക്കരും
അതുപോലെ തന്നെ അർണാടൻ സമുദായവും പണിയരും ചെറുമരും ഈഴവരും അല്ലെങ്കിൽ നായരും നമ്പൂതിരിയും മുസ്ലിം സഹോദരങ്ങളും ക്രിസ്ത്യൻ സഹോദരങ്ങളും അടക്കമുള്ള ഒരു വലിയൊരു നീണ്ട നിരയാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്തിരിക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി ശ്രദ്ധിക്കുക. ഇതുപോലെ ഓരോ സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ ഓരോ ജില്ലകളിലും സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ആളുകൾ വിജയിക്കും എന്നുള്ള ഉറപ്പുള്ള ആളുകൾ പ്രത്യേകിച്ച് അഹങ്കരിക്കാതെ നല്ല രീതിയിൽ ഭരിക്കാൻ ശ്രമിക്കണമെന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് നമസ്കാരം.